സ്വർണ്ണപ്പാളി മോഷണം മന്ത്രിമാർ അറിഞ്ഞുകൊണ്ട് അന്വേഷണം സർക്കാരിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് രംഗത്ത്. ദേവസ്വം മന്ത്രി വാസവൻ അറിയാതെ സ്വർണ്ണപ്പാളി മോഷണം നടക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം. ദേവസ്വം ബോർഡ് ഓഫീസ് ആക്രമിച്ചപ്പോൾ ക്ഷേത്രം തകർക്കുന്നതിന് തുല്യമെന്ന് പറഞ്ഞ് പ്രതിഷേധയോഗം സംഘടിപ്പിച്ചത് സർക്കാരിന്റെ നാട്യം. CPM അണികളെ പോലും ബോധ്യപ്പെടുത്താനാകാതെ നേതൃത്വവും സർക്കാരും. ശബരിമല സ്വർണ്ണപ്പാളി മോഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് CPMനെ ഉലച്ചുകളയുന്ന വിധമുള്ള അറസ്റ്റുകളും ചോദ്യം ചെയ്യലുകളുമെല്ലാം അരങ്ങേറുന്നുണ്ട്. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നുള്ള ലൈനിൽ ചില പ്രതികരണങ്ങൾ നടത്തിയ മന്ത്രി ശിവൻകുട്ടിയെ മാറ്റി നിർത്തിയാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണങ്ങൾ ഇനിയും വന്നിട്ടില്ല. ദേവസ്വം മന്ത്രി VN വാസവന് മുന്നിൽ മാധ്യമങ്ങൾ മൈക്ക് വച്ചപ്പോൾ കോടതി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയമായതിനാൽ ഇപ്പോൾ പ്രതികരണം നടത്തുന്നില്ല എന്നായിരുന്നു മറുപടി. അതേസമയം സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്ന ഉടനെ ദേവസ്വം മന്ത്രി നടത്തിയ പ്രതികരണം എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നായിരുന്നു. എന്നാൽ ഓരോ ദിവസം കഴിയുംതോറും സ്വർണ്ണപ്പാളി മോഷണത്തിൽ CPIMന്റെ ബന്ധം മറനീക്കി പുറത്തു വന്നതോടെ മന്ത്രിയും സർക്കാരും പ്രതിരോധത്തിലായി. അതിനിടെ കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ടയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിന് നേരെ ആക്രമണം നടത്തിയത് LDF രാഷ്ട്രീയ ആയുധമാക്കിയെടുത്തു. ദേവസ്വം ബോർഡ് ഓഫീസ് തകർത്തത് ക്ഷേത്രങ്ങൾ തകർക്കുന്നതിന് തുല്യമാണെന്ന് മുദ്രാവാക്യം ഉയർത്തി LDF പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഒക്ടോബറിൽ പത്തനംതിട്ട പഴയ സ്വകാര്യ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് CPI ജില്ലാ സെക്രട്ടറി ചിറ്റയം ഗോപകുമാർ ആയിരുന്നു. മാത്യു T. തോമസ് MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാമും സംസാരിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തത് ദേവസ്വം മന്ത്രി VN വാസവനായിരുന്നു. കേരളത്തിൽ ഇനി തങ്ങൾക്ക് ഭരണം നേടാനാകില്ലെന്ന സത്യം മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ശബരിമലയെ അവസരമാക്കുകയാണ് എന്നായിരുന്നു മന്ത്രി വാസവൻ പ്രസംഗിച്ചത്. നവംബർ 1 രാജ്യത്ത് ആദ്യമായി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി കേരളം കുതിക്കുകയാണെന്നും ആ വേദിയിൽ മന്ത്രി വാസവൻ പറഞ്ഞു. സത്യത്തിൽ സ്വർണ്ണപ്പാളി മോഷണ വിഷയം CPMനെയും പിണറായി സർക്കാരിനെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങേയറ്റം ഉലച്ചു കളഞ്ഞിരുന്നു. ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയായിരുന്നു കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് ഓഫീസ് ആക്രമണത്തെ ക്ഷേത്രങ്ങൾ തകർക്കുന്നതിന് തുല്യമാക്കി LDF ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. സ്വർണം മോഷ്ടിച്ചവരെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നും കോടതിയുടെ പരിധിയിലുള്ള വിഷയത്തിൽ പ്രതികരിക്കില്ലെന്നും പറയുന്ന പിണറായി സർക്കാർ ഉത്തരമുട്ടി നിൽക്കുകയാണ്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ N. വാസുവും ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B. മുരാരി ബാബുവും ഏറ്റവും ഒടുവിൽ CPM മുൻ MLAയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ A. പത്മകുമാറും അറസ്റ്റിലായി. CPM അടിമുടി പ്രതിസന്ധിയിലാണ്. അപ്പോഴും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി സർക്കാരിനെ കടപുഴയ്ക്കാനുള്ള വലിയ ആയുധമാണ് സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് ലഭിച്ചത്. CPMുകാർ സ്വർണ്ണപ്പാളി മോഷണം നടത്തിയെന്നതിനേക്കാൾ അന്വേഷണം സർക്കാരിലേക്ക് നീളണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് മാത്രമല്ല, നിലവിലെ ദേവസ്വം മന്ത്രി VN വാസവനെ ചോദ്യം ചെയ്യണമെന്ന് രമേശ് ചെന്നിത്തലയും K. മുരളീധരനും ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ കേരളവും സംസ്ഥാനത്തെ വോട്ടർമാരും ഒരുപോലെ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിമാരാണ് കിങ് പിൻ. പോറ്റിയെ പോറ്റി വളർത്തിയത് ദേവസ്വം മന്ത്രിമാരാണെന്നും അന്വേഷണം ശരിയായ ദിശയിൽ നടന്നാൽ 3 ദേവസ്വം മന്ത്രിമാർക്കും ഇതേ സ്ഥിതി വരുമെന്ന് ചെന്നിത്തല പറഞ്ഞു. ദേവസ്വം ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണെന്നും അവിടെ മന്ത്രിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നുമായിരുന്നു മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. എന്നാൽ കടകംപള്ളിയോട് മറുചോദ്യം ഉന്നയിച്ച് K. മുരളീധരൻ രംഗത്ത് വന്നതോടെ CPMും സർക്കാരും വെട്ടിലായി. സ്വർണം ഇളക്കിയെടുത്ത് പുറമേക്ക് കൊണ്ടുപോകണമെങ്കിലും ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിലും ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മാത്രം വിചാരിച്ചാൽ നടക്കില്ല. സർക്കാർ ഒന്നും അറിയാതെ ഇരിക്കില്ലല്ലോ. പിന്നെ എന്തിനാണ് സർക്കാരും മന്ത്രിമാരും? ശബരിമല വിഗ്രഹം നാളെ മോഷ്ടിച്ചാൽ ദേവസ്വം ബോർഡാണ് കുറ്റക്കാരെങ്കിൽ മന്ത്രിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലേ? പിന്നെ മന്ത്രി എന്തിനാണ് ദേവസ്വം ബോർഡിന്? മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കാനാണെങ്കിൽ ഇത്തവണ മന്ത്രി ആ കാര്യങ്ങളും ചെയ്തിട്ടില്ലെന്നും K. മുരളീധരൻ കുറ്റപ്പെടുത്തി. സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്തു കൊണ്ടുപോയി ചെമ്പുപാളികളാക്കി അത് രജിസ്റ്ററിൽ വരെ മാറ്റിയെഴുതി. CPMന്റെ ഘടന നോക്കിയാൽ ഇതൊക്കെ 1-2 ആളുകൾ ചേർന്ന് നടത്തിയതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ജനം വിശ്വസിക്കും? അതുകൊണ്ട് അന്വേഷണം കടകംപള്ളിയിലേക്കും മന്ത്രി വാസവനിലേക്കും എത്തണം.
പത്മകുമാറൊക്കെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ അത് പാർട്ടി അറിഞ്ഞിട്ട് ചെയ്തുവെന്നാണ് വിശ്വസിക്കേണ്ടതെന്നും മുരളീധരൻ തുറന്നടിച്ചു. കോൺഗ്രസ് നേതൃത്വം സർക്കാരിനും CPM-നുമെതിരെ ഉയർത്തുന്ന ചോദ്യങ്ങൾ സൈബർ പോരാളികളുടെ ക്യാപ്സ്യൂളുകളേക്കാൾ മൂർച്ചയേറിയതാണ്. CPM അനുഭാവികളായ അയ്യപ്പ ഭക്തർ പോലും കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്ന ചോദ്യങ്ങൾ അവരുടെ നേതൃത്വത്തിനെതിരെ മനസ്സിൽ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ചെറിയ തോതിൽ നിഴലിക്കും. തുടർഭരണം ലക്ഷ്യമിടുന്ന പിണറായി സർക്കാർ ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഉൾപ്പെടെ ചെയ്തത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ്. ആ നിലയ്ക്ക് ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിന്റെ നിജസ്ഥിതി വിശദമാക്കാൻ മുഖ്യമന്ത്രിയും CPM നേതൃത്വവും ശരിക്കും വിയർക്കും.